ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സോയ ചങ്ക്സ് കുത്തിക്കാച്ചതാണ് കേട്ടോ. സോയ ചങ്ക്സ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. ഇങ്ങനെ തയ്യാറാക്കിയാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ചൂടുവെള്ളം ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് വെക്കുകയാണെങ്കിലുണ്ടല്ലോ സോയ ചങ്ക്സിന് പരുവത്തിന് ഉപ്പ് പിടിച്ച് കിട്ടും. അല്ലെങ്കിൽ ഉപ്പ് പിടിച്ച് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി 2-3 തവണ തണുത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ, ഒട്ടും വെള്ളമില്ലാണ്ട്. ഇതിപ്പോൾ കൈകൊണ്ട് തന്നെ നമുക്ക് കുത്തിപ്പൊടിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പകുതി ഭാഗത്ത് നിൽക്കുന്നത് വരെ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാടായി കഴിഞ്ഞാൽ ഇത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകും കേട്ടോ. ഇനി ഇത് ഒരുപാട് ഫൈനായിട്ട് അങ്ങ് അരയ്ക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ബട്ടൺ ഇട്ടൊന്ന് കറക്കിയെടുത്താൽ മതിയാകും. 2-3 തവണ ഒന്ന് കറക്കിയെടുക്കണം. ഞാനിവിടെ 3 തവണയായിട്ടാണ് കേട്ടോ ചതച്ചെടുത്തത്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യം വേണ്ട ഐറ്റംസ്, ഞാനൊരു വലിയ സവാള ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. 2 പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണ് ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ. ഇനി 8 ചുവന്നുള്ളി ചതച്ചെടുത്താണ്. ഒരുപാട് അങ്ങ് ചതഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത ഉടനെ തന്നെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് ഉടനെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ഈ കടായി ഒരുപാട് ചൂട് തങ്ങി നിൽക്കുന്ന കടായിയാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം ഇട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഉള്ളി സോഫ്റ്റായി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി അങ്ങ് ഒരുപാട് അങ്ങ് സോഫ്റ്റായി ഉടഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വറ്റമുളകും ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇനി കളർ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് എരിവില്ലാത്ത മുളക് പൊടി, അത് കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ കുരുമുളക് പൊടി ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ചെറിയുള്ളി സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ചെറിയുള്ളി എത്രത്തോളം ചേർക്കാമോ അത്രത്തോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ചെറിയുള്ളി ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഈ സോയ ചങ്ക്സ് പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാനായിട്ട് പാടില്ല കേട്ടോ. അരഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞ പരുവത്തിലായി പോകും. ഇവിടെ നമ്മൾ സാധാരണ തോരനൊക്കെ തയ്യാറാക്കുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അങ്ങനെ സോയ ചങ്ക്സ് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയും സോയ ചങ്ക്സൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തുണ്ടല്ലോ എരിവ് ഉപ്പുമൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ എല്ലാം പാകത്തിനുണ്ട്. ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്തിട്ട് ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ മൂടി വെച്ചിട്ട് 7-8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം അല്പം ഡ്രൈ ആയിട്ടുള്ള പരുവത്തിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്.
അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് കുത്തിക്കാച്ചിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൽ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അധിക സമയത്ത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഒരു പരുവത്തിൽ മതിയാവും. സാധാരണ നമ്മൾ തോരനൊക്കെ തയ്യാറാക്കി എടുക്കില്ല, ആ ഒരു പരുവത്തിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടില്ല, ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല പരുവത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. നന്നായി തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സോയ ചങ്ക്സ് ഇഷ്ടമില്ലാത്തവർ ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായി ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.